വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2002 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഹൊറർ സർവൈവൽ ത്രില്ലർ സിനിമയായിട്ടുള്ള 28 Days Later എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. കിലിയൻ മർഫി അഥവാ നമ്മുടെ ടോമി ഷെൽബി, പുള്ളിക്കാരനാണ് സിനിമയ്ക്കകത്ത് മെയിൻ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത്. സോ സിനിമ തുടങ്ങുന്നത് UK-ലെ ഒരു ലാബിൽ വെച്ചിട്ടാണ്. ആ ലാബിൽ ഒരുപാട് കൂടുകളും ആ കൂട്ടുകളിൽ ഒരുപാട് ചിമ്പാൻസുകളെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. സോ ആ ലോക്ക് ചെയ്യപ്പെട്ട ചിമ്പാൻസുകളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ലാബിലേക്ക് വരികയും അവരെ തടയാൻ ശ്രമിക്കുകയാണ് ആ ലാബിലെ ടെക്നീഷ്യൻ. ഒരിക്കൽ പോലും ആ ചിമ്പാൻസുകളെ തുറന്നു വിടരുത്, കാരണം ആ ചിമ്പാൻസികൾ മാരകമായിട്ടുള്ള റേജ് എന്ന പേരുള്ള ഒരു വൈറസ് ബാധിക്കപ്പെട്ട ചിമ്പാൻസികളാണ്. എങ്ങാനും പുറത്തു വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയും നമ്മളൊരു സോംബി ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ടെക്നീഷ്യന്റെ വാക്ക് കേൾക്കാണ്ട് അതിലൊരാൾ പോയിട്ട് കൂടി തുറന്നു വിടുകയും അവരെ എല്ലാവരെയും ആ ചിമ്പാൻസികൾ മാരകമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വിത്തിൻ സെക്കൻഡ്സ് തന്നെ അവർ സോംബി ആയിട്ട് മാറുകയും ചെയ്യുന്നു. സോ ഇവിടെ നിന്നാണ് ഈ ഒരു സിനിമയുടെ ഇനീഷ്യൽ ബിൽഡിംഗ്. അങ്ങനെ 28 Days Later എന്ന ടൈറ്റിൽ കാണുന്ന ശേഷം നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റൽ സീനാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള കിലിയൻ മർഫി കോമ സ്റ്റേജിലാണ്. വൺസ് ആ ഒരു കോമ സ്റ്റേജ് റിക്കവർ ആയിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തു വന്ന് നോക്കുമ്പോണ്ട് പുള്ളിക്കാരൻ കിളി പോയ അവസ്ഥയാണ് നിൽക്കുന്നത്. കാരണം ലണ്ടൻ നഗരം പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുന്നു. ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത സ്ഥലമായിട്ട് ലണ്ടൻ മാറിയിരിക്കുന്നു. എവിടെ നോക്കിയാലും നിശബ്ദത മാത്രം, ഫുൾ സൈലന്റ് ആംബിയൻസ് ആണ്. കുറച്ച് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ വണ്ടികളൊക്കെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് കാണാം, കുറെ ബ്ലഡ് ഷെൽസ് കാണാൻ പറ്റുന്നുണ്ട്, കറൻസികളൊക്കെ ചുമ്മാ റൂട്ടിൽ പറത്തി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സോ പുള്ളിക്ക് ഇതൊരു ഇല്യൂഷൻ ആണോ അതോ റിയാലിറ്റി ആണോ എന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് പുള്ളി നിൽക്കുന്നത്. അങ്ങനെ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ജസ്റ്റ് ആ ഒരു ടൗണൊക്കെ ഒന്ന് റൗണ്ട് അടിക്കുമ്പോഴാണ് സെലീന എന്നുള്ള ഒരു ക്യാരക്ടറും മാർക്ക് എന്നുള്ള ക്യാരക്ടറുമായിട്ട് പുള്ളി കണക്ട് ആവുന്നത്. സോ അങ്ങനെ ജിമ്മ് ഇവർ രണ്ടിടത്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇവിടെ എന്താ സിറ്റുവേഷൻ, ഇവിടെ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവിച്ചത്, അതിനുശേഷമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ കാര്യത്തിന്റെ ഏകദേശം പിടികിട്ട് ജിം ഇവരുടെ കൂടെ കൂടുകയാണ്. അങ്ങനെ ഇവർ കുറെ കാര്യങ്ങൾ നേരിടേണ്ടി വരികയാണ്, കുറെ പ്രശ്നങ്ങൾ. അതിപ്പോ സോംബി അറ്റാക്ക് ആണെങ്കിലും കുറച്ചധികം കാര്യങ്ങൾ കൂടെ ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സോ അതെന്തായാലും സിനിമ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഇത് ആസ് എ ഹോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് സർവൈവൽ മോഡലിലല്ല സിനിമ പോകുന്നത്. കുറച്ചധികം സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ പൊളിറ്റിക്കലി കൂടെ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് ഈ ഒരു സ്റ്റോറി മാറും. അപ്പൊ എന്തായാലും ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഒരു 2 മണിക്കൂറിൽ കുറവേ ഈ സിനിമ വരുന്നുള്ളൂ. ഒരു മസ്റ്റ് വാച്ച് എന്റർടൈനർ ആണ്. സോ എന്തായാലും പടം കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.